ശരിക്കും നിങ്ങൾക്ക് ഫാമിലി ടൈം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു ദിവസമാണ് വീക്കെൻഡ്. ആ വീക്കെൻഡിന്റെ ഒരു ഞായറാഴ്ച ദിവസത്തിന്റെ നല്ല പകുതി നിങ്ങൾ സഭയ്ക്ക് വേണ്ടി കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ശുശ്രൂഷ വലുതാണ് കേട്ടോ. ആരെക്കാളും പുറകിലല്ല നിങ്ങൾ. വലിയ ശുശ്രൂഷയാണ് നിങ്ങൾ സഭയിൽ ചെയ്യുന്നത്. ഒരു വൈദികന് ഒരു ഇടവകയിൽ ചെയ്യേണ്ടതിനെ ജനത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന മിനിസ്ട്രിയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അൾത്താരയെ ക്ലാസ് മുറിയിലേക്ക് എത്തിക്കുകയാണ്. അൾത്താരയ്ക്കും ക്ലാസ് മുറിക്കും ഇടയ്ക്കാണ് നിങ്ങളുടെ സ്ഥാനം. അൾത്താരയിൽ നിന്ന് ആരംഭിക്കുന്ന കൃപയുടെ ഒഴുക്ക് ക്ലാസ് മുറികളിലേക്ക് എത്തിക്കുന്ന നീർപ്രവാഹങ്ങളാണ് ഓരോ മതാധ്യാപിക എന്നോർത്തേക്കണം. മനസ്സിലായോ? ഒരു സന്തോഷമൊക്കെ തോന്നിയില്ല ഇത്രയും കേട്ടപ്പോ? ഇനി ഒരു കാര്യം പറയട്ടെ. മറ്റു മനുഷ്യരില്ലേ, ഇടവകയിലെ മറ്റു മനുഷ്യര്, ജീവിത പങ്കാളിയോ അയൽപക്കക്കാരോ മറ്റിടവക അംഗങ്ങളില്ലേ, അവരെ വിധിക്കുന്ന അളവ് കൊണ്ടാകില്ല കർത്താവ് നിങ്ങളെ വിധിക്കാൻ പോകും. നിങ്ങൾക്ക് വേറെ ഒരു വിധി കാത്തിരിപ്പുണ്ട്. കർത്താവ് ഒരു ചോദ്യം ചോദിക്കും. എന്റെ മക്കളെ എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് നീ എന്താണ് ചെയ്തത്? നീ ആ പുസ്തകം തിരിച്ചും മറിച്ചും 2 പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചിട്ട് എല്ലാം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയായിരുന്നോ? അതോ അതിനുവേണ്ടി ഒരുങ്ങി ഏറ്റവും ഭംഗിയായി കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പറഞ്ഞു കൊടുത്തോ? നിന്റെ ജീവിതം കൊണ്ട് നീ വിശ്വാസം പ്രഘോഷിച്ചോ? ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. മറ്റൊരു വിധിയുടെ വാള് നിങ്ങളുടെ മേലുണ്ട് എന്നോർത്തേക്കണം. ഇപ്പൊ കുറച്ചുപേര് ചിന്തിക്കും, ഞാൻ നിർത്തിയച്ചു, എനിക്ക് വയ്യ, ആ വാളിന്റെ കീഴെ നിന്നുകൊണ്ട് ഈ പണി ചെയ്യാനൊന്നും വിചാരിച്ച് നിർബന്ധിച്ചുകൊണ്ട് ഈ പണി ചെയ്തതാണ്. നിങ്ങൾ പേടിക്കരുത്. നിങ്ങളെക്കാൾ